ഈ സംഭവിച്ചതിൽ ഒരത്ഭുതവും ഇല്ല. കാരണം ഇവരെല്ലാം നിരീശ്വരവാദികളാണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ നിരീശ്വരവാദികളാണ്. അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നു. അവർ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്യുന്നത്. കാരണം ശബരിമലയെ തകർക്കാൻ വേണ്ടി നേരത്തെ തന്നെ ശ്രമം നടത്തിയതാണ്. അത് ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ അതിനെ തടയുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ഒരടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴ് വളരെ വ്യക്തമായിരിക്കുകയാണ്. കാരണം അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു, ആശയപരമായിട്ടുള്ള ഡ്യൂട്ടി അവർ ചെയ്തു എന്നവർ വിശ്വസിക്കുന്നു. കാരണം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കുക, ഇല്ലാതാക്കുക, എങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരത്ഭുതവുമില്ല. ഇടയ്ക്കിടയ്ക്ക് അടവ് നയം, ഇപ്പോൾ ജയകുമാറിനെ വെച്ചത് ഒരു അടവ് നയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടിച്ചപ്പോൾ രക്ഷപ്പെട്ടത്. അവിടുത്തെ ഒരു നടപടികളും സ്വീകരിക്കാതെ മുന്നൊരുക്കവും നടത്താതെയാണ് അദ്ദേഹത്തിനെ വെച്ചത്. അപ്പോൾ അതൊരു അടവ് നയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടായിരിക്കാം കുഴപ്പമൊന്നും സംഭവിക്കാതെ പോയത്. മാത്രമല്ല ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, ഈ സർക്കാർ ഇലക്ഷന് മുമ്പായിട്ട് ചെയ്ത രണ്ട് കാര്യം. ഒന്ന്, അയ്യപ്പ സംഗമം. അപ്പോൾ അയ്യപ്പ സംഗമം തട്ടിപ്പായിരുന്നു എന്ന് അയ്യപ്പന് മനസ്സിലാകുകയും പണ്ട് തൊട്ടേ അയ്യപ്പനെ ദ്രോഹിക്കുന്നവരെ ഒരു പിടുത്തം പിടിച്ചതാണ്. അത് എവിടം വരെയും പോകും എന്ന് കണ്ടറിയാം. കാരണം ഇങ്ങനെ കയറി അത് ഇങ്ങനെ ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് വിശ്വാസികളുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പിടിക്കപ്പെടും. പിന്നെ രണ്ടാമതൊരു പ്രഖ്യാപനം നടന്നത് CPM അതിൽ ദരിദ്രരില്ല. അതിദരിദ്രെന്നല്ല അദ്ദേഹം പറഞ്ഞത്, CPM അതിൽ ദരിദ്രരില്ല എന്നാണ്. അതായത് CPM-ൽ ദരിദ്രരുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സ്വർണ്ണമൊക്കെ നേതാക്കന്മാർ ഇങ്ങനെ കട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും പാവപ്പെട്ടവർ CPM-ൽ ഉണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യുന്ന BJP-ക്കാണ്. അത് നമ്മൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആറ്റിങ്ങലും ആലപ്പുഴയിലും തൃശ്ശൂരും കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പ്രവർത്തകർക്കും നേതാക്കന്മാരൊക്കെ അവർക്ക് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇല്ലാതാക്കാൻ, അവരെ പണക്കാരാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഈ കൊള്ളയെല്ലാം തീരുമ്പോഴും മുഖ്യമന്ത്രി വേറൊരു പ്രഖ്യാപനം നടത്തും. സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ. ഈ രണ്ട് പ്രഖ്യാപനങ്ങളും തട്ടിപ്പായിരുന്നു എന്നാണ് വെളിപ്പെടുന്നത്. മാത്രമല്ല ഇത് എവിടം വരെയും എത്തുമെന്ന് നമുക്ക് കാത്തിരിക്കാം. കാരണം ഈ താഴെയുള്ളവരൊക്കെ പറയുന്നുണ്ട് ദൈവതുല്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവരൊന്നും വിശ്വാസികളല്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ദൈവമല്ല അവരുടെ ദൈവം. കാരണം അവരുടെ പാർട്ടിയുടെ ആളാണ്, മുകളിലുള്ളവരായിരിക്കുമല്ലോ അവരുടെ ദൈവതുല്യർ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ദൈവത്തിൽ വരെ എത്തട്ടെ എന്ന് സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ ദൈവത്തെ പിടിക്കുന്നിടം വരെയും സാക്ഷാൽ ദൈവം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ളതാണ്. പിന്നെയുള്ളത് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമുക്ക് സെൻട്രൽ ഏജൻസിക്ക്, ചില സെൻട്രൽ ഏജൻസിക്ക് അതിൻ്റെ അകത്ത് ഇടപെടാം. അതിൻ്റെ അകത്ത് കള്ളപ്പണത്തിൻ്റെ ഒക്കെ കാര്യമുണ്ടെങ്കിൽ ഇടപെടാം. അത് നിയമപരമായിട്ടാണ്, അല്ലാതെ പൊളിറ്റിക്കലല്ല. അത് നിയമപരമായിട്ട് അവർ ഇടപെടുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോട്ടെ. അത് തമ്മിലെന്താ വ്യത്യാസം? ഇത് തമ്മിലെന്താ വ്യത്യാസം? ഈ UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഇതെല്ലാം ഒന്നു തന്നെയല്ലേ. പിന്നെ അതിനകത്ത് സഖ്യം ഉണ്ടാക്കുന്നത് എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. അത് ഒന്ന് തന്നെയാണ്. ഈ ഒന്ന് അവരെന്തെങ്കിലും പരസ്യമായിട്ട് പറയുന്നുണ്ടോ? അല്ലല്ല, അവരതിനുവേണ്ടി ശ്രമിക്കുന്ന നിയമപരമായിട്ടാണ് അവർക്ക് ചെയ്യുക, അല്ലാതെ പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ല. ഇതിൻ്റെ അകത്ത് നിയമപരമായിട്ടാണ് അവർക്ക് ചെയ്യേണ്ടത്. അതെ, അവർ കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അതിൻ്റേതായ വഴിക്ക്, അത് സർക്കാരുമായിട്ടൊരു ബന്ധവുമില്ല, മന്ത്രിയായിട്ടൊരു ബന്ധവുമില്ല. അത് അവരുടെ നിയമപരമായിട്ടുള്ള പ്രക്രിയയാണ്. അതല്ലേ പറഞ്ഞത്, ദൈവതുല്യരായിട്ടുള്ളവർ പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ ദൈവം അത് വിശ്വാസികൾ ആരാധിക്കുന്ന ദൈവമല്ല, അവരുടെ പാർട്ടിയുടെ ദൈവമാണ്. കാരണം നിരീശ്വരവാദികളാണല്ലോ മുഴുവൻ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയും ഞങ്ങൾ അത് ചെയ്യും എന്നൊക്കെ പറയുന്നു. പക്ഷെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഏതൊക്കെ രീതി നോക്കിയാലും അയ്യപ്പൻ പിടിക്കുകയല്ല, അത് അപ്പം തന്നെ കയറി പിടിക്കുകയാണ്. അതുകൊണ്ട് പേടിക്കണ്ട, അയ്യപ്പൻ വിടില്ല ആരെയും. നമുക്ക് നോക്കാം.